Bye.
അസൂയെല്ലാം നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായയില്ലാത്ത വാൾ കുടിപ്പാൻ വാജിപ്പിൻ. കർത്താവ് ദയാലെന്ന് നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടല്ലോ. മനുഷ്യ തള്ളിക്കളഞ്ഞതെങ്കിലും ദൈവത്തിന്റെ ശ്രേഷ്ഠം മാന്യമായ ജീവനുള്ളവരായ അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയമായി യേശു ക്രിസ്തു മാത്രം ദൈവത്തെ പ്രസാദമുള്ള ആത്മീയ യാഗങ്ങൾ പതക്കണം വിശുദ്ധ പുരോഹിതവർഗമാകട്ടെ പണിയപ്പെടുന്നു. ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ. നിങ്ങളും അങ്ങനെ തന്നെ. ആരും തന്നെ താൻ വഞ്ചിക്കരുത്. താൻ ഈ ലോകത്തിൽ ജ്ഞാനിയെന്ന് നിങ്ങൾ ആർക്കെങ്കിലും തോന്നിയാൽ അവൻ ജ്ഞാനിയാകേണ്ടതിന്റെ പോഷനായി തീരട്ടെ. ഈ ലോകത്തിന്റെ ജ്ഞാനം ദൈവസന്നിധിയിൽ പോഷത്വമത്രേ. അവൻ ജ്ഞാനികളെ അവരുടെ കൗശലത്തിൽ പിടിക്കുന്നുവെന്നും കർത്താവ് ജ്ഞാനികളുടെ വിചാരം വ്യർത്ഥമെന്നറിയുന്നുവെന്നും എഴുതിയിരിക്കുന്നുവല്ലോ. ആകയാൽ ആരും മനുഷ്യരെ പ്രശംസിക്കരുത്. സകലവും നിങ്ങൾക്കുള്ളതല്ലോ. പൗലോസോ അപ്പൊല്ലോസോ, കേഫാവോ ലോകമോ, ജീവനോ മരണമോ, ഇപ്പോഴുള്ളതോ വരുവാനുള്ളതോ, സകലവും നിങ്ങൾക്കുള്ളത്. നിങ്ങളോ ക്രിസ്തുവിനുള്ളവർ, ക്രിസ്തു ദൈവത്തിനുള്ളവൻ. ആഹായ് ഭാഗ്യമോ. നിങ്ങളെ
സ്വർഗസ്വനായ പിതാവിന്റെ മക്കളായി തീരും. നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിക്കാൻ നിങ്ങൾക്ക് എന്ത് സവിശേഷത? ചുണ്ടക്കാരും എങ്ങനെ ചെയ്യുന്നില്ലേ? നിങ്ങളുടെ സഹോദരന്മാരെ മാത്രം അഭിവാദനം ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾക്ക് എന്ത് മേന്മ? വിജാതിയും ഇങ്ങനെ ചെയ്യുന്നില്ലേ? ആകയാൽ സ്വർഗസ്വനായ നിങ്ങളുടെ പിതാവ് സദ്ഗുണപൂർണരായിരിക്കുന്നതുപോലെ നിങ്ങൾ സദ്ഗുണപൂർണരാകുകയും എന്ന് താൻ കൽപ്പിച്ചറിയുകയും ചെയ്തു. പാർക്കുമോ നിങ്ങൾക്ക് എല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളിപ്പോൾ എപ്പോഴും
ഇതാദ്യമായ സ്ഥലത്ത് നിന്റെ അഗ്നിസിംഹാസനം മുമ്പാകെ നിന്നുകൊണ്ട് നിന്റെ ജനത്തിനു വേണ്ടി പാപപരിഹാരവും ദൃഷ്ടി മുഴുവനും വേണ്ടി മോചനവും ഞാൻ യാചിക്കുന്നു. എന്റെ കർത്താവേ, ആവശ്യക്കാരുടെ മുമ്പിൽ നിന്റെ സമൃദ്ധമായ ഭണ്ഡാരം തുറന്ന് നിന്റെ ഇടവകയിലെ ആടുകളിൽ നിന്റെ അനുഗ്രഹങ്ങൾ ചൊരിയുമാറാകണമേ. കടക്കാരുടെ കടച്ചെട്ടിനെ കളയണമേ. പാപിയുടെ കടങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകളെ നിന്റെ ഓർമ്മയിൽ നിന്ന് മായ്ച്ചുവിടണമേ. നഷ്ടപ്പെട്ടു പോയവർ നീ മുഖാതെ തിരിച്ചു വന്ന് തിരുമുമ്പാകെ സമ്മേളിക്കുമാറാകണമേ. കർത്താവേ, നിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ മുമ്പിൽ വച്ചിരിക്കുന്ന ഈ വിശുദ്ധ ബലിയെ ഞങ്ങൾ സമീപിക്കുന്നു. നിന്റെ പരിശുദ്ധ ഞങ്ങളുടെ കുർബാനയിൽ പ്രീതിപ്പെട്ടിറങ്ങി വന്ന് ഇതിനെ ശുദ്ധീകരിക്കുകയും അനീതികളിൽ നിന്ന് ഞങ്ങളെ നിർമ്മലരാക്കി അനശ്വര വസ്ത്രം ധരിപ്പിക്കുകയും നിന്റെ രാജ്യത്തിന് ആദ്യത്തിന് ഞങ്ങളെ എല്ലാവരെയും അർഹരാക്കി തീർക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എപ്പോഴും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ വബകൂല ശുഭാമുലവൽമീ. മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഈ കുർബാന തമ്മിൽ കൈക്കൊള്ളപ്പെടുവാൻ വേണ്ടി നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവ് പിതാവിനെ പുറപ്പെട്ട് പിതാവിനെ
ഭയഭക്തിയോടെ കർത്താവിനെ
തന്റെ കൃപയാലും കരുണയാലും മനസ്സിനെത്താനും സാധിക്കുമാറാകണമേ. അവൻ മുഖാന്തരം അവന്റെ കൂടെ നിനക്കും നിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതി ബഹുമാനവും ഇപ്പോഴും എപ്പോഴും എന്നേക്ക് യോഗ്യമാവുന്നു. ഓശോ വബുക്കുൽ സുബ്ഹാൻ ലവൽമീൻ. ഭാഗ്യവാന്മാരുമായ ദൈവത്തിൽ വരുന്ന നമ്മുടെ പാത്രീസ്മാരായ അപ്പന്മാർ ജ്ഞാതിയോസിന് വേണ്ടിയും അപ്പന്മാർ ബാസേലിയോസിന് വേണ്ടിയും അപ്പന്മാർ ഗ്രിഗോറിയോസിന് വേണ്ടിയും നമ്മുടെ പെൺപെട്ടക്കാരൻ വിശുദ്ധ മാധുരിക്കാവായ്ക്ക് വേണ്ടിയും അപ്പന്മാർ യൂലിയോസിന് വേണ്ടിയും സതീശ്വാസികളായ ശേഷമുള്ള സർവ്വമാർക്ക് വേണ്ടിയും മഹത്വവും ഭയങ്കരവും വിശുദ്ധമായ സമയത്ത് ദൈവമായ കർത്താവിനോട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. അവരെയും അർപ്പിക്കുവാൻ കഴിയാതെ പോയവരെ തിരുമുമ്പാകെ ഇപ്പോൾ ഞങ്ങൾ ഓർക്കുന്നു. നീ കൃപയോടെ അവരുടെ കുർബാനയെയും വഴിപാടുകളും പ്രാർത്ഥനകളും കൈക്കൊള്ളണമേ. അവരെ വിദ്വേഷിക്കുന്ന കൃപകളിൽ നിന്നും അവരെ സംരക്ഷിക്കുമാറാകണമേ. അവർ നിനക്കും നിന്റെ ഏകജാതനും ശുശ്രൂഷയ്ക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ വബുക്കുൽ സുബ്ഹാൻ ലവൽമീൻ. ആശ്രയിച്ചിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയും വേഗത്തിൽ നീ അവരെ ദർശിക്കുന്നതിന് വേണ്ടിയും ഈ നാഴികയിലും ഈ സമയത്തും ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസ്സാരം ബലഹീനമായ ഞങ്ങളോട് മുൻകൂട്ടി കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാവരും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ വിശ്വസഭയുടെ മക്കളാവുന്ന വിശ്വാസികളായ എല്ലാവർക്കും അന്യോന്യം ഐക്യം അഭിവൃദ്ധി ഉണ്ടാകുവാനായിട്ടും അവർ സുഹൃത്തുമുള്ള തീരുവാനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, കോപത്തിൽ നിന്നും പീഡകളിൽ നിന്നും ശിക്ഷകളിൽ നിന്നും കോപപടികളിൽ നിന്നും ഹൃദയന്മാരായ അധികാരികളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. നീ ഞങ്ങൾക്ക് സംഗീതസ്ഥാനവും സഹായവുമായിരിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും വിശുദ്ധരൂപായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ വബുക്കുൽ സുബ്ഹാൻ ലവൽമീൻ. സത്യവിശ്വാസികളും സത്യവിശ്വാസികളുമായ സകലഭരണാർത്ഥങ്ങളെയും ഞങ്ങൾ ഓർക്കുന്നു. പാട്ടക്കാരും വിശ്വാസികളുമായ ജനങ്ങളുടെ സംഘവും ക്രിസ്ത്യന്റെ സമൂഹമുള്ള സുഹൃത്തുക്കളെ തിരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, വിശ്വാസപൂർവ്വം വിളിക്കുന്നവർക്ക് നീ വേഗത്തിൽ ഉത്തരമരുളണമേ. പാപങ്ങളുടെ ശിക്ഷാവിധിയിൽ നിന്ന് ഞങ്ങളെ നീ സംരക്ഷിക്കുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും വിശുദ്ധരൂപായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ വബുക്കുൽ സുബ്ഹാൻ ലവൽമീൻ. ഭൂമിയിലെ സകലമനുഷ്യന്റെ ഭാഗ്യോദ്യോളും വിശുദ്ധിയോളും മഹത്വങ്ങളോട് അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യകന്യകയും ഭാഗ്യവിധിയുമായ മറിയാമിനെ ഞങ്ങൾ ഓർക്കുന്നു. അവളോടുകൂടി പരിശുദ്ധന്മാരായ നിമേന്മാരെയും പ്രസന്നക്കാരായ സ്ത്രീയന്മാരെയും ഏവങ്കലിസ്തന്മാരെയും സാധന്മാരെയും മൗദ്യാനന്മാരെയും ഭാഗ്യവാനതനെ ജമാന്റെ മുന്നോട്ടുകാരനുമായ മാർഗവാനും മംദാനെയും ഷമാഷന്മാരിൽ പ്രധാനിയും സാധന്മാരിൽ മുമ്പനുമായ പരിശുദ്ധനും മഹത്വമുള്ളവനുമായ മാർ സ്തേഫാനോസിനെയും സ്ത്രീയന്മാരെ തലവന്മാരായ ഉന്നതപ്പെട്ട മാർ പത്രോസിനെയും മാർ പൗലോസിനെയും നമ്മുടെ പിതാവായ മാർ തോമാസ്ലിയായെയും ശേഷം സർവശുദ്ധിമാന്മാരെ ശുദ്ധിമതികളെ ഒന്നുപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് ഓട്ടിയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ദൈവമായ കർത്താവേ, നിന്റെ പരിശുദ്ധന്മാരുടെ സൗഭാഗ്യകരമായ സമൂഹത്തിൽ ഞങ്ങളെ അർഹരാക്കി തീർക്കണമേ. അവരുടെ പരിശുദ്ധ കൂടാരങ്ങൾ ഞങ്ങളെ നീ സംരക്ഷിക്കുമാറാകണമേ. അവരോടുകൂടെ ഞങ്ങൾ ആത്മീയാനന്ദം അനുഭവിക്കുമാറാകണമേ. ഞങ്ങളും അവരും നിനക്കും നിന്റെ ഏകജാതനും വിശുദ്ധരൂപായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ വബുക്കുൽ സുബ്ഹാൻ ലവൽമീൻ. സഹ്യം കുറ്റമില്ലാത്തതുമായ വിശ്വാസത്തെ പാലിച്ചു നിങ്ങൾ കേൾപ്പിച്ചു തന്ന
നീതിമാന്മാരുടെ തലത്ത് ശ്രദ്ധയോട് മുമ്പ് കോട്ട്യന്ത്രം പ്രാപിച്ച് വിശ്രമിക്കുന്നവരെയും നിത്യായി പോലെ ശ്രദ്ധേശ്വാസം വെച്ചുണ്ടായി പുണ്യപ്പെട്ടവയും പരിശുദ്ധനുമായ 3 പൊതുസുന്നതോസുകളെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും മൽപ്പാന്മാരും സ്തുതിക്കപ്പെട്ടവരും ദൈവത്തെ ദർശനമായ പിതാക്കന്മാരെ യെരൂശലേമിന്റെ ഒന്നാമത്തെ പ്രധാനാചാര്യനും പുണ്യവാനും ശ്രീഹായും സഹായുമായ യാക്കോബും ഇഗ്നാത്യോസും ലേമിയോസും ദിവാനിയാസ്യോസും മത്താനിയാസ്യോസും യൂലിയോസും ബേസേലിയോസും ഗീഗോറിയോസും ദിയസ്തോറോസും തിമോത്തിയോസും ബിനർസിയോസും അന്തിമോസിയാവാനിസും വചനമാലയും ശരീരത്തെന്ന് നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ മനുഷ്യാവതാരത്തെക്കുറിച്ച് വ്യക്തമായി തെളിയിച്ചവനും സത്യവാനും നിലവുമായ കൂടിലോസും സ്തുതിയാധികാരഗീതവും ദൈവത്തിന്റെ വിശുദ്ധ സഭ മുഴുവന്റെയും വിവേകമുള്ള വായും തൂണും മൺപാനും ഉൾപ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ മേച്ചിത്തലവും അറിയാം സംശയം കൂടാതെ ദൈവമാതാവെന്നെല്ലായ്പ്പോഴും പ്രസംഗിച്ചുമായ ഞങ്ങളുടെ പാത്രീസ്മാർ സേവാരിയോസും സത്യവിശ്വാസത്തിനാക്കിയ നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ബാബാമാറിയ കുർനായും മാറപ്രേമാറിയ കോകുമാറി സാകുമാർ ബാലായും ദുഃഖിതന്മാരിൽ തലവനായ മാർപ്പസോയും മാർശമോന്തധ്വനിയും തെരഞ്ഞെടുക്കപ്പെട്ട മാറബായും യട്ടോമാർ ബേസേലിയോസും മലങ്കരുടെ പരിശുദ്ധന്മാരായ മോർ ഗീഗോറിയോസും മോർ ദിവാനിയാസ്യോസുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ചൂളനും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾ കേൾപ്പിച്ചു തന്നവരായി ഇവിടെ മുമ്പും ഇവരോടുകൂടെയും ഇവിടെ മുമ്പുള്ള എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരെ പ്രാർത്ഥന നമുക്ക് ഓട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. പാപക്കണികളിൽ വീഴാതിരിപ്പാൻ ഞങ്ങളെ താങ്ങണമേ. ലജ്ജ കൂടാതെ ദൈവം പാപത്തിൽ
വലിയവനും നമ്മുടെ രക്ഷിതാവുമായ യേശുമിശിഹാവുന്ന ദൈവത്തിന്റെ കരുണ എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അൻപുടയോനേ നിൻ വാതിൽ ഹല്ലേലൂയ ഹല്ലേലൂയ മുട്ടുന്നു കർത്താവേ, മേലുള്ളവരും താഴെയുള്ളവരും ആത്മീയരും മൺമേരും നിന്നെ വന്ദിക്കുന്നു. ബലിഗിരിയെ ദുരിതം അനുഭവിക്കുന്നവരുമായ നിന്റെ ദാസരാവുന്ന ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുകയും നിന്റെ കരുണയോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. പാപത്തിന്റെ സകല അശുദ്ധിയിൽ നിന്നും അനീതിയിൽ നിന്നും ഞങ്ങളെ നീ വെളിപ്പാക്കണമേ. നിർമ്മലവും നിഷ്കളങ്കവുമായ ഹൃദയത്തോടെയും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ഞങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുമാറാകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവിഷ്ടം
വേദഭാഗത്തിന്റെ ആദ്യത്തെ ഇങ്ങനെയാണ് പറയുന്നത്. യേശുദമ്പുരാൻ അരുളി ചെയ്യുന്നു, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടില്ലയോ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ വേദഭാഗം ആരംഭിക്കുന്നത്. സഹനത്തിന്റെ വലിയ ഒരു സന്ദേശമാണ് യേശുദമ്പുരാൻ ഈ വേദഭാഗത്ത് ആദ്യമേ നമ്മളോട് ആഹ്വാനം ചെയ്യുന്നത്. പഴയ നിയമകാലങ്ങളിലാണെങ്കിൽ ഇങ്ങനൊരു രീതി ഉണ്ടായിരുന്നു. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്നുള്ള രീതിയിൽ നിന്നും പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ യേശുദമ്പുരാൻ പറയുകയാണ്, സഹനത്തിന്റെ മാതൃകയെ കുറിച്ച് നമ്മളോട് ഉപദേശം നൽകുകയാണ്. യേശുദമ്പുരാൻ പറയുകയാണ്, നിന്റെ വലത്തെ ചെകിട് തടയ്ക്കുന്നവന് ഇടതുകൂടി കാണിച്ചു കൊടുക്കുക. നിന്റെ കൂടെ നടക്കുവാൻ വരുന്നവന് ഓടുന്നവന്റെ കൂടെ 2 നാഴിക കൂടി നടക്കുക. നിന്റെ ഉടമ്പ് ആവശ്യപ്പെടുന്നത് അത് കൊടുക്കുക, ഉടുപ്പില്ലാത്തവന് അത് നൽകുക. അങ്ങനെ പറഞ്ഞുകൊണ്ട് സഹനത്തിന്റെയും നന്മയുടെയും വലിയൊരു സന്ദേശം യേശുദമ്പുരാൻ നമ്മളോട് ആഹ്വാനം ചെയ്യുകയാണ്. ഈ കാലഘട്ടങ്ങളിലാണെങ്കിൽ ഞാൻ ചിന്തിക്കുകയാണ്, പഴയ നിയമ കാലഘട്ടങ്ങളിലാണ് ഇന്നത്തെ സമൂഹവും ജീവിക്കുന്നത്, അല്ലെങ്കിൽ ഇന്നിന്റെ അവസ്ഥയും പഴയ നിയമകാലത്തിന് ഒട്ടും വ്യത്യസ്തമല്ല. യേശുദമ്പുരാൻ പറയുകയാണ്, സഹനം നിങ്ങൾക്ക് വേണമെന്ന് പറയുമ്പോൾ പഴയ നിയമ കാലഘട്ടങ്ങളിൽ കണ്ണിന് പകരം കണ്ണാണെങ്കിൽ ഇന്ന് കണ്ണിന് പകരം ആ മനുഷ്യനെ തന്നെ തീർത്തു കളയുന്ന രീതിയിലേക്കാണ് ഇന്നത്തെ സമൂഹം അക്രമത്തിലൂടെ മുമ്പോട്ട് പോകുന്നത്. ഓരോ ദിവസത്തെയും ദൃശ്യ പത്രമാധ്യമങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ മനുഷ്യന്റെ മനസ്സിനെ മരവിപ്പിക്കുന്ന, ഞെട്ടിക്കുന്ന അനേക സംഭവങ്ങൾ നമ്മൾ വായിക്കുകയും കാണുകയും ചെയ്യുന്നുണ്ട്. വളരെയേറെ ചെറുപ്പക്കാര് അക്രമത്തിന്റെയും മറ്റ് ലഹരി പദാർത്ഥങ്ങൾക്കും അടിമപ്പെട്ടുകൊണ്ട് പരസ്പരം ഉപദ്രവിക്കുകയും വെട്ടിന്റെയും കൊലയുടെയും അനുഭവത്തിലേക്ക് മാറ്റപ്പെടുമ്പോൾ കർത്താവ് പറയുകയാണ്, സഹനത്തിന്റെ മാതൃകയാണ്. ഈ കാലഘട്ടങ്ങളിൽ ഒരാളോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുവാനോ ഒരാളോട് നോ എന്ന് പറയുവാനോ ഇന്നത്തെ കാലഘട്ടത്തിൽ സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം നമ്മൾ കാണുന്നുണ്ട്, പല പല സംഭവങ്ങളൊക്കെ പത്രങ്ങളിലൂടെ നമ്മൾ വായിക്കുകയുണ്ടായി. ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മകനോട് പറഞ്ഞു, നീ ടി വി കാണണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മാതാപിതാക്കൾ റിമോട്ട് മാറ്റി വെച്ചപ്പോൾ തൂങ്ങി മരിച്ച ഒരു സംഭവം നമ്മൾ കേൾക്കുകയുണ്ടായി. ഇങ്ങനെയൊക്കെയുള്ള ഒരു സമൂഹത്താണ് പ്രിയമുള്ളവരെ ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുന്നത്. നമ്മളെ തന്നെ നശിപ്പിക്കുന്ന, മനുഷ്യരായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഇന്ന് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അവിടെ പ്രിയമുള്ളവരെ, പഴയ നിയമകാലങ്ങൾ മാറിക്കൊണ്ട് പുതിയ നിയമത്തിലേക്ക് തന്നെ ബലിയായി അർപ്പിച്ച യേശുദമ്പുരാന്റെ സഹനത്തിന്റെ മാതൃകയാണ് ഞാനും നിങ്ങളുമൊക്കെ പിൻപറ്റേണ്ടിയിരിക്കുന്നത്. ഒരു എക്സ്ട്രാ മൈൽ അല്ലെങ്കിൽ അധികം ദൂരം സഞ്ചരിക്കുന്ന, 2 നാഴിക കൂടി കൂടുതൽ സഞ്ചരിക്കുന്ന ഒരു അനുഭവം മനസ്സിന്റെ ഉടമകളായി ഞാനും നിങ്ങളുമൊക്കെ മാറേണ്ടിയിരിക്കുന്നു. എങ്കിൽ മാത്രമേ ഈ സമൂഹം നന്മയിലേക്ക് എത്തിച്ചേരുകയുള്ളൂ. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പ്രളയത്തിന്റെ കാലഘട്ടങ്ങളിലും നിപ്പ വൈറസിന്റെ കാലങ്ങളിലും ഇപ്പോൾ കൊറോണ വൈറസിന്റെ കാലങ്ങളിലൊക്കെ അനേകം ആൾക്കാർ സഹായത്തിന്റെയും 2 നാഴിക ദൂരം സഞ്ചരിച്ച അനേക വ്യക്തിത്വങ്ങളെ നമ്മൾ പരിചയപ്പെടുകയുണ്ടായി. ആരോഗ്യ പ്രവർത്തകരായിട്ട്, മറ്റ് സഹായികളായിട്ട്, ഒരു മനുഷ്യന് കുപ്പായം കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ പുറകുപ്പായം കൂടെ കൊടുത്ത അനേക നന്മയുടെ സംഭവങ്ങൾ നമ്മൾ വായിക്കുകയും കാണുകയും ചെയ്തിട്ടുണ്ട്. പ്രിയമുള്ളവരെ, യേശുദമ്പുരാൻ നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത് ഒരു എക്സ്ട്രാ മൈൽ 2 നാഴിക കൂടെ ദൂരം നടക്കുന്ന അവസ്ഥകളായിരിക്കണം ഞാനും നിങ്ങളുമൊക്കെ എന്ന് യേശുദമ്പുരാൻ നമ്മളിൽ നിന്നും അതിയായി ആഗ്രഹിക്കുന്നുണ്ട്. പലപ്പോഴും ആ നാഴിക കൂടുതൽ സഞ്ചരിക്കുവാൻ നമ്മുടെ പ്രവൃത്തി കൊണ്ടോ ചിന്തകൾ കൊണ്ടോ നമ്മുടെ മനസ്സുകൊണ്ടോ സാധിക്കുന്നില്ല എന്നുള്ള ഒരു വലിയ സത്യം തന്നെ നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, തമ്പുരാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നോട് യാചിക്കുന്നവർക്ക് 2 നാഴിക കൂടുതൽ നടക്കുവാനും, കുപ്പായം ചോദിക്കുന്നതിന് പുറകുപ്പായം കൊടുക്കുവാനും, യാചിക്കുന്നവന് വായ്പ വാങ്ങി കൊടുക്കുവാനും ഒക്കെ സാധിക്കുന്നെങ്കിൽ യേശുദമ്പുരാൻ
തമ്പുരാൻ പറയുകയാണ്, രണ്ടാമതായിട്ട് പറയുകയാണ്, സ്നേഹത്തിന്റെ അനുഭവത്തെ കുറിച്ച്, തലത്തെ കുറിച്ച് ഇവിടെ നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കണം, അതുപോലെ നിങ്ങൾ ശപിക്കുന്നവരെ അനുഗ്രഹിക്കണം, ദേഷിക്കുന്നവർക്ക് വേണ്ടി നന്മ ചെയ്യണം, പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സാധിക്കുമോ? യേശുദമ്പുരാൻ അതിനെ പറയാം എന്ന് മാത്രമേ ഉള്ളൂ. മനുഷ്യനെ കൊണ്ട് സാധിക്കുവാൻ വേണ്ടിയാണ് യേശുദമ്പുരാൻ ഈ കാര്യങ്ങളൊക്കെ നമ്മളോട് പറയുന്നത്. കർത്താവ് പറയുകയാണ്, നിങ്ങൾ സ്നേഹിക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് വേണ്ടി സ്നേഹിക്കുക, ശത്രുക്കളെ സ്നേഹിക്കുക, പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങനെ നിങ്ങൾ ചെയ്യുന്നുവെങ്കിൽ ശിഷ്ടന്മാരുടെ മേലും ദുഷ്ടന്മാരുടെ മേലും സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെ മേലും നീതികളുടെ മേലും മഴ പെയ്യുകയും ചെയ്യുന്നുവെന്ന് യേശുദമ്പുരാൻ അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മളിൽ നിന്നും ഉണ്ടാകേണ്ടതും ഇപ്രകാരം തന്നെയാണ്. യേശുദമ്പുരാൻ പറയുകയാണ്, നമ്മൾ സുവിശേഷ വേദഭാഗത്ത് പറയുന്നുണ്ട്, വയലിൽ വിത്ത് വിതച്ചവരെ കുറിച്ച് പറയുന്നുണ്ട്. വിത്ത് വളർന്നപ്പോൾ അതിന്റെ കൂടെ കളകളും ഒരുമിച്ച് വളർന്നു. മഴ പെയ്തു, നല്ല വളം ലഭിച്ചു. അപ്പോൾ വേദക്കാർ ചോദിക്കുന്നുണ്ട്, വിത്തിന്റെ കൂടെ കളകളും കൂടിയാണ് വളരുന്നത് ചോദിക്കുമ്പോൾ ഉടമസ്ഥൻ പറയുന്നുണ്ട്, അതും കൂടെ വളരട്ടെ. പിന്നെ എന്താണ്, നല്ല വിത്തുകൾ അല്ലെങ്കിൽ ഫലമായി കഴിയുമ്പോൾ അതിന്റെ കൂടെ കളകൾ പറിച്ചു കളഞ്ഞിട്ട് കളകളെ തീയിലിട്ട് ചുട്ടുകളയാമെന്ന് അവിടെ ഉടമസ്ഥൻ പറയുന്നതായിട്ട് യേശുദമ്പുരാൻ പറയുന്നതായിട്ട് സുവിശേഷ വേദഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, യേശുദമ്പുരാൻ ആഗ്രഹിക്കുന്നത് എല്ലാവരുടെ മേലും നന്മകളെ ചൊരിയുന്നവനാണ് കർത്താവ്. എന്നാൽ ആ നന്മകളെ അനുഭവിക്കുവാൻ ഞാനും നിങ്ങളും ഒരുങ്ങിയിരുന്നെങ്കിൽ മാത്രമേ ആ നന്മ അനുഭവിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. സൃഷ്ടി എല്ലാം വിശുദ്ധമാണ്. ഞാനും നിങ്ങളുമൊക്കെ വിശുദ്ധരായി തീരുവാൻ വേണ്ടിയാണ് തമ്പുരാൻ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. നമ്മളെ യേശുദമ്പുരാൻ ഓരോരുത്തരെയും ഈ ഭൂമിയിൽ ജനിപ്പിക്കുമ്പോൾ ഞാനും നിങ്ങളുമൊക്കെ വിശുദ്ധരായിട്ടാണ് ഈ ഭൂമിയിൽ ജനിക്കപ്പെടുന്നത്. നമുക്കറിയാം, ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അവന്റെയോ അവളുടെ ഉള്ളില് ഒന്നും തന്നെ ഇല്ല. ദേഷ്യമില്ല, പിണക്കമില്ല, മറ്റ് ചിന്തകളൊന്നും തന്നെ ഇല്ല. നമ്മൾ പറയാറുണ്ട്, ആ കുഞ്ഞുങ്ങളുടെ എന്ത് നല്ല മനസ്സാണ്. അതുപോലെ തന്നെയാണ് നമ്മളെ ഭൂമി ജനിപ്പിക്കുന്നത്. ഈ കുഞ്ഞ് പടിപടിയായിട്ട് വളർന്നു വരുമ്പോഴാണ് അവന്റെ ഉള്ളിൽ ദുഷ്ടതയുണ്ടാകുന്നത്, അവന്റെ ഉള്ളിൽ പിണക്കമുണ്ടാകുന്നത്, അവന്റെ ഉള്ളിൽ അഹങ്കാരമുണ്ടാകുന്നത്. പ്രിയമുള്ളവരെ, അത് മനുഷ്യനായിട്ട് തന്നെ ഉണ്ടാക്കുന്നത് തന്നെയാണ്. യേശുദമ്പുരാൻ നമ്മളെ സൃഷ്ടിച്ച് ഭൂമിയിലേക്ക് വിടുമ്പോൾ വിശുദ്ധരായിട്ട് തന്നെയാണ് നമ്മളെ ഭൂമിയിലേക്ക് ആക്കി വെച്ചിരിക്കുന്നത്. എന്നാൽ ഞാനും നിങ്ങളൊക്കെ അശുദ്ധിയുടെ അനുഭവത്തിലേക്ക് പോകുന്നത് നമ്മുടെ മനസ്സുകൊണ്ടും നമ്മുടെ ചെയ്തികൾ കൊണ്ടൊക്കെ തന്നെയാണ്. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, ഞാനും നിങ്ങളുമൊക്കെ വിശുദ്ധരായി തീരണം. മൂന്നാമതായിട്ട് പറയുകയാണ്, പൂർണ്ണതയുടെ അവസ്ഥയിലേക്ക് ഞാനും നിങ്ങളുമൊക്കെ വളരേണ്ടിയിരിക്കുന്നു. പൂർണ്ണതയുടെ അവസ്ഥയിലേക്ക് ഞാനും നിങ്ങളുമൊക്കെ വളരേണ്ടിയിരിക്കുന്നു. അതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ സത്ത എന്ന് പറയുന്നത്. യേശുദമ്പുരാൻ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്തോ അതായി തീരുക എന്നുള്ളതാണ്. സ്നേഹമായി തീരുക, സമാധാനമായി തീരുക, ക്ഷമയുള്ളവരായി തീരുക, അതുപോലെ തന്നെ മറ്റുള്ളവരെ സ്നേഹിക്കുന്നവരായി തീരുക. അതാണ് തമ്പുരാൻ നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത്. നന്മകളെ പുറപ്പെടുവിക്കുന്നവരായി തീരുക. പ്രിയമുള്ളവരെ, ഓരോ ദൈവിക വചനങ്ങളും എന്നെയും നിങ്ങളെയും ഒക്കെ നന്മയുടെ അനുഭവത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒന്ന് തന്നെയാണ്. മറ്റുള്ളവരുടെ ഹൃദയത്തിലേക്ക്, മറ്റുള്ള വിഷമത്തിലേക്ക് അവരെ ആശ്വസിപ്പിക്കുവാനും മറ്റുള്ളവരെ തന്നെ നെഞ്ചോട് ചേർത്തണയ്ക്കുവാനും ആവശ്യക്കാരടുത്തു വന്ന് അവനെ ആശ്വസിപ്പിക്കുവാനും സാധിക്കുമ്പോഴാണ് പ്രിയമുള്ളവരെ ഈ വേദഭാഗത്തിനൊക്കെ അർത്ഥമായി മാറുന്നത്. അല്ലെങ്കിൽ ഇത് വെറും പ്രസംഗങ്ങളായി, വെറും വാക്കുകളായി മാത്രമേ മാറ്റപ്പെടുകയുള്ളൂ. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം ജീവനുള്ളതായി തീരണമെങ്കിൽ, ദൈവത്തിന്റെ വചനം ജീവനുള്ളതായി തീരണമെങ്കിൽ അത് പ്രവൃത്തിബോധത്തിലെത്തിയെങ്കിൽ മാത്രമേ അത് ജീവനുള്ളതായി തീരുകയുള്ളൂ. നമ്മുടെ കുഞ്ഞുങ്ങൾ പരീക്ഷയൊക്കെ എഴുതും. അത് നമുക്കറിയാം, വാക്കുകൾക്ക് ജീവനുണ്ടെന്നാണ് പറയുന്നത്. ഓരോ വാക്കുകൾക്കും ജീവനുണ്ട്. അതെങ്ങനെയാണ് ജീവനായി തീരുന്നത്? കുഞ്ഞുങ്ങൾ പഠിച്ച് അത് പരീക്ഷ പേപ്പറിലായി കഴിയുമ്പോൾ ആ പഠിച്ചത് യഥാർത്ഥമായി എഴുതി രേഖപ്പെടുത്തി കഴിയുമ്പോഴാണ് അത് ജീവനുള്ളതായി തീരുന്നത്. കാരണം ആ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മയിലായി അത് പ്രവർത്തിച്ച് എന്താഗ്രഹിക്കുന്നു അതായി തീരുമ്പോഴാണ് അത് ജീവനുള്ളതായി തീരുന്നത്. അല്ലെങ്കിൽ പഠിച്ച കാര്യങ്ങൾ അത് ഓർമ്മിച്ചെടുക്കാതെ അത് മറന്നുപോയി എവിടെ പഠിച്ചുവോ അവിടെ തന്നെ അവസാനിപ്പിക്കുകയാണെങ്കിൽ
അതിൽ ജീവനില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അതുപോലെ തന്നെയാണ് ദൈവത്തിന്റെ വചനം ജീവനുള്ള വചനമാണ്. ജീവനുള്ള വചനമാണ്. ആ വചനം ജീവനുള്ളതായി തീരണമെങ്കിൽ ആ വചനത്തിനനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോഴാണ്, ആ വചനത്തിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുമ്പോഴാണ് ദൈവിക വചനം ജീവനുള്ളതായി തീരുന്നത്. ആ ജീവനുള്ള വചനം നമ്മുടെ ഹൃദയത്തിനും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ ദേശത്തിനും ഈ ലോകത്തിനുമൊക്കെ അനുഗ്രഹമാക്കിരട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നോട്ടീസുണ്ട്. പ്രിയമുള്ളവരെ, 1-ാം തീയതി മുതൽ ഈ ദേവാലയത്തിന്റെ ചുമതല പരിശുദ്ധ ബാബാ തിരുമനസ്സിന്റെ കൽപ്പനയാല് ചുമതല ലഭിച്ചിരിക്കുകയാണ്. പഴനി മുത്തപ്പന്റെ സന്നദ്ധയിൽ നിന്നും കുന്നുകുളത്തിന്റെ പരിമല എന്നറിയപ്പെടുന്ന ഈ സെന്റ് ഗ്രിഗോറിയോസ് ദേവാലയത്തിലേക്ക് കടന്നുവരാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി ആദ്യമായി ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചിന്തിച്ചതിനും അറിഞ്ഞതിനും അപ്പുറമായിട്ടുള്ള വലിയ ഒരു അനുഗ്രഹത്തിന്റെ ഉറവിടമാണ് ഈ ദേവാലയം, ഈ കുരിശുപള്ളിയും എന്നുള്ളത് യാതൊരു സംശയമില്ല. എന്നേക്കാളും ഉപരിയാണ് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. കുന്നംകുളത്തിന്റെ പരിമല എന്ന് എൻ്റെ മനസ്സിലൂടെ ഞാൻ വിശേഷിപ്പിക്കുന്ന ഈ പരിശുദ്ധ ദേവാലയത്തിന്റെ ഭാഗമായി തീരുവാൻ എനിക്കും സാധിക്കുന്നതിൽ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. 1-ാം തീയതി മുതൽ ഈ ദേവാലയത്തിന്റെ ചുമതല വഹിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുവാനാണ് ദൈവത്തിൽ ശരണപ്പെടുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സഹകരണവും ഉണ്ടാകണമെന്ന് ഈ സമയത്ത് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്കറിയാം, ദേവാലയം എന്ന് ദൈവം വസിക്കുന്ന ഒരു ആലയമാണ്. ഒരു കെട്ടിടത്തിനുപരിയായിട്ട് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ, കാരണം ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ദേവാലയത്തിന് ആദ്യം കൊടുക്കേണ്ടത് പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും ദൈവിക ആവശ്യങ്ങൾക്കുമാണ്. അതിനുശേഷം മാത്രമേ ഉള്ളൂ ഞാൻ ചിന്തിക്കുന്നത് ഈ മറ്റ് കാര്യങ്ങൾ, മറ്റ് ഭൗതിക കാര്യങ്ങളെന്ന് ഞാൻ ചിന്തിക്കാറുള്ളൂ. എത്രമാത്രം ഒരു ദേവാലയം ആത്മീയമായി ഉണരുന്നുവോ, ദൈവികമായി ഒരു ദേവാലയം എങ്ങനെ ശക്തിപ്പെടുന്നുവോ, അവിടെ ഒരു കൂട്ടം ആൾക്കാരുടെ അല്ലെങ്കിൽ ഒത്തൊരുമയുടെ ഒരു അനുഭവം ഉണ്ടാകും എന്നുള്ളത് യാതൊരു സംശയമില്ല. ഈ കഴിഞ്ഞ 6-7 മാസമായിട്ട് ഞാൻ നിങ്ങളുമൊക്കെ ഭവനങ്ങളിൽ നിന്നുകൊണ്ട് വിശുദ്ധ കുർബാന കാണുകയും പ്രാർത്ഥിക്കുകയും ഭവനങ്ങൾ ആരാധനാലയമായി നമ്മൾ മാറ്റുകയൊക്കെ ചെയ്യും. എങ്കിലും നമുക്ക് ദേവാലയത്തിൽ വരുവാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ട്. ആ അവസരങ്ങൾ നമ്മൾ പൂർണ്ണമായും ഉപയോഗിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരാരാധനയിൽ ദേവാലയത്തിന്റെ വലിപ്പം അനുസരിച്ച് 100 പേർക്ക് പങ്കെടുക്കാവുന്നതാണ്. അത്രയൊന്നും വലിപ്പം നമ്മുടെ ദേവാലയം ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ ദേവാലയത്തിന് ഉള്ളിലും പുറത്തായിട്ടില്ല, പുറത്തുമായിട്ടൊക്കെ ഏകദേശം 75% ആൾക്കാർക്ക് സംബന്ധിക്കുവാനുള്ള അവസരമുണ്ട്. ദേവാലയത്തിൽ അവർക്ക് വീട്ടിലിരുന്നു കൊണ്ട് ആർക്കെങ്കിലും മടി പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് മടികൾ മാറ്റി വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കണം. പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവര് വെള്ളിയാഴ്ചയ്ക്ക് മുമ്പ് തന്നെ, ശനിയാഴ്ചയ്ക്ക് മുമ്പ് തന്നെ പേര് പള്ളി ഓഫീസിൽ ഏൽപ്പിക്കണം. അതുപോലെ തന്നെ കണ്ടെയ്ൻമെന്റ് സോണുകൾ, ക്വാറന്റൈനിൽ കഴിയുന്നവർ വരാതിരിക്കുവാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. കഴിവുള്ള ആൾക്കാർ, ഒരു കുടുംബത്തിൽ നിന്ന് ഒരാളെങ്കിലും ഈ ഒരു ഞായറാഴ്ച ഒരു കുടുംബത്തിൽ ഒരാൾ വന്നെങ്കിൽ അടുത്ത ഞായറാഴ്ച മറ്റൊരാൾ, അങ്ങനെ വരാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ ഒരു കുടുംബത്തിൽ നിന്നും എല്ലാവർക്കും ദേവാലയത്തിലേക്ക് എണ്ണം അനുസരിച്ച് വരാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമേ എന്നീ സമയത്ത് സ്നേഹത്തോടെ അറിയിക്കുകയാണ്. വിശുദ്ധ കുർബാനയുടെ സമയം ഈ സമയത്ത് അറിയിക്കട്ടെ. ശനിയാഴ്ചകളിൽ നമ്മൾ വിശുദ്ധ കുർബാന ആരംഭിച്ചു കഴിഞ്ഞു. 6:30 6:45 ഇടയിൽ പ്രഭാത നമസ്കാരം ആരംഭിക്കും. 7:15 വിശുദ്ധ കുർബാന പരസ്യമായിട്ട് ആരംഭിക്കും. കുർബാനയ്ക്ക് വരുവാൻ ആഗ്രഹിക്കുന്നവർ നേരത്തെ തന്നെ 6:30 തന്നെ വിശുദ്ധ കുർബാനയ്ക്ക് നമസ്കാരത്തിലെത്തുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഞായറാഴ്ച രാവിലെ 7:00 പ്രഭാത നമസ്കാരവും 8:00 നമസ്കാരത്തെ തുടർന്ന് 8:30 8:15 കഴിയുമ്പോൾ 20 ആകുമ്പോൾ വിശുദ്ധ കുർബാന പരസ്യമായിട്ട് ആരംഭിക്കും. ഞായറാഴ്ച വിശുദ്ധ കുർബാനയിൽ വരാൻ ആഗ്രഹിക്കുന്നവര് 8 മണിക്ക് തന്നെ കുർബാന ആരംഭിച്ചിട്ടല്ല, 8:15 തന്നെ വിശുദ്ധ കുർബാനയ്ക്ക് നമസ്കാരത്തിന് എത്തുവാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. കടന്നു വരുന്നവര് ബുക്കിൽ പേരെഴുതണം.
സാനിറ്റൈസർ നിങ്ങൾ അത് ഉപയോഗിക്കണം. ഒരു ടെമ്പറേച്ചർ നോക്കും. അതിൽ നിങ്ങളെല്ലാവരും സഹകരിക്കണം എന്നുള്ള കാര്യം കൂടെ ഈ സമയത്ത് സ്നേഹത്തോടെ അറിയിക്കട്ടെ. ആത്മീയ സംഘടനകളൊക്കെ ഈ അവസരത്തിൽ വളരെ മന്ദഗതിയിലാണ് പോകുന്നതെന്നൊക്കെ അറിഞ്ഞു എങ്കിൽ തന്നെയും നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ കൊറോണയൊക്കെ ഈ കൊറോണയുടെ കൂടെ ജീവിക്കാനേ നമുക്ക് സാധിക്കൂ. കൊറോണയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ജീവിക്കാമെന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമൊന്നുമല്ല. അതുകൊണ്ട് ഈ കാലത്തോടൊപ്പം നമ്മൾ സുരക്ഷിതമായിട്ട് അകലം പാലിച്ചുകൊണ്ടൊക്കെ നമ്മൾ ജീവിക്കുക. നമ്മുടെ സമീപത്തും നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഇത് എത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് സുരക്ഷിതരായിരിക്കുക, പ്രാർത്ഥിക്കുക. ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ചിന്തിച്ചേക്കാം, എന്താണ് കുർബാനയ്ക്ക് കയറുമ്പോൾ അച്ഛനൊഴിച്ച് ബാക്കി എല്ലാവരും ഈ മാസ്ക് ഒക്കെ ധരിച്ചിരിക്കും. ഒരു വിശ്വാസം എന്ന് പറയുന്നത് വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ അതിനപ്പുറമായിട്ട് വേറെ ഒന്നുമില്ല എന്നുള്ള വിശ്വാസമാണ്. തമ്പുരാന്റെ കരുണ കൊണ്ടും ഇപ്പം വരെ തമ്പുരാന്റെ കരുണ കൊണ്ട് നാളെ ഇത് സംഭവിക്കുമെന്ന് അറിയത്തില്ല. അത് വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ ഇതിനപ്പുറത്തിറങ്ങി കഴിഞ്ഞാൽ തമ്പിയുടെ ഹൃദയം പോലെ തമ്പിയുടെ ഹൃദയത്തിന് പ്രത്യേകത അറിയും. തമ്പിയുടെ ഹൃദയത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. പള്ളിക്ക് പുറത്ത് തമ്പിയുടെ ഹൃദയത്തിനുള്ളിൽ എല്ലാ ക്ഷുദ്രജീവികളും ഉണ്ട്. പാമ്പുണ്ട്, എലിയുണ്ട്, തേറുണ്ട്, പഴുതാരിയുണ്ട്, എല്ലാം ഉണ്ട്. എന്നാൽ തമ്പി പ്രാർത്ഥിക്കുവാൻ വേണ്ടി വരുമ്പോൾ ആദ്യം കുരിശ് വരുന്നുണ്ട്, പിന്നെ പ്രാവ് പരിശുദ്ധാത്മാവിൻ്റെ ഇതിൽ വരുന്നുണ്ട്. തമ്പിയുടെ ഹൃദയം പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുകയാണ്. ഇത് തന്നെയാണ് ഓരോ വിശ്വാസിയുടെ അവസ്ഥ എന്ന് പറയുന്നത്. ദേവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ ദൈവത്തിൻ്റെ പ്രകാശം നിറയണമെങ്കിൽ ഞാൻ നിങ്ങളുമൊക്കെ അഭിഷേകയുടെ അനുഭവത്തിലേക്ക് മാറേണ്ടിയിരിക്കുന്നു. പ്രാർത്ഥിക്കുന്നതിനപ്പുറം വേറെ ഒരു മരുന്നുമില്ല. പ്രാർത്ഥിക്കുന്നതനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവിടെ അനുഗ്രഹം ഉണ്ടാകും എന്നുള്ളത് അത് യാതൊരു സംശയമില്ല. എൻ്റെ ജീവിതത്തിൽ കൂടിയാണ് അത് പറയുന്നത്. അപ്രകാരം പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ മാന്ത കാണിക്കരുത്. ദേവാലയത്തിൽ വരാൻ നിങ്ങൾ മടി വിചാരിക്കരുത്. ദിവസത്തിൽ കുടുംബ പ്രാർത്ഥന ഏറ്റവും അത്യാവശ്യമാണ്. തമ്പുരാൻ നമ്മളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് നമ്മുടെ ദേശത്തിന് വേണ്ടിയും ഈ മഹാമാരിയുടെ പൂർണ്ണമായ ആശ്വാസത്തിന് വേണ്ടിയും ഈ ലോകത്തിന് വേണ്ടിയും നമ്മുടെ ദേശത്തിന് വേണ്ടിയും കുടുംബങ്ങൾക്ക് വേണ്ടിയൊക്കെ ഈ സമയം നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യും. കർത്താവേ, ഞങ്ങളുടെ അനീതികൾ നിമിത്തം ഉണ്ടായിട്ടുള്ള ഈ ശിക്ഷയെ ഞങ്ങളിൽ നിന്ന് നീ വിരോധിക്കണമേ. നിന്റെ ഉഗ്രകോപത്തിൽ നിന്ന് നീ ശാന്തതപ്പെടുത്തണമേ. നിന്നെ ഞങ്ങൾ കോപിച്ചുവെങ്കിലും നിന്നെ ഞങ്ങൾ അഭയം പ്രാപിക്കുന്നതിനാൽ നീ ഞങ്ങളോട് നിരപ്പാക്കണമേ. നീ ഞങ്ങൾക്ക് അനുതാപത്തിന് ഹൃദയവും കണ്ണുനീരുകളും തരയണമേ. വിശുദ്ധ സ്ലീബായ ഞങ്ങളെ രക്ഷിക്കണമേ. കാരുണ്യമായ ദീർഘക്ഷമയുമുള്ളവനായ കർത്താവേ, രക്തങ്ങൾ രക്ഷിച്ചിരിക്കുന്ന നിന്റെ ജനങ്ങളെ കുറിച്ച് മനസ്സിലുണ്ടാകണമേ. വൃദ്ധന്മാരെയും യൗവനക്കാരെയും കുഞ്ഞുങ്ങളെയും മാറ്റി വിഴുങ്ങിയിരിക്കുന്നു. കരച്ചിലുമില്ലാമോ കേൾക്കപ്പെടുന്നു. കർത്താവേ, നിന്റെ തൃക്കൈ നീട്ടി ഞങ്ങൾക്ക് സഹായത്തില്ലെങ്കിൽ ഞങ്ങൾ നശിച്ചു പോകുമല്ലോ. ഞങ്ങളുടെ പാപങ്ങൾ അസിംഗമെങ്കിലും നീ അല്ലാതെ ഞങ്ങൾക്ക് ആശ്രയവും രക്ഷയും വേറെ ഇല്ലാത്തതുകൊണ്ട് കരുണയോടെ ഞങ്ങളെ തൃക്കൺപാർത്ത് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളെ ഞങ്ങൾക്കുള്ള സ്ഥലത്ത് നീ കൃപയോടെ കാത്തുകൊള്ളണമേ. ഞങ്ങളെ എല്ലാവരും കൂടി നന്ദിയുള്ള ഹൃദയത്തോടെ നിന്നെയും നിന്റെ പരിശുദ്ധ രൂപയും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിച്ച് സ്തോത്രം ചെയ്യുവാൻ കൃപയോടെ ഞങ്ങൾക്കിടയാവുകയും ചെയ്യണമേ. ഓശോ നിന്നാചാര്യന്മാരും മഹിമയ നിന്നയവാന്മാരും നിന്നഭിഷിക്തമുഖം തിരിപ്പിക്കല്ലേ. നിന്ദാസെന്താവീതിനെയോർത്ത് പുത്രന്മാർ കാത്തിടുമെങ്കിൽ
No.
ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിന്റെ പ്രവർത്തനങ്ങൾക്കായി ഞങ്ങൾ നിനക്ക് നന്ദി അർപ്പിക്കുന്നു. മഹത്വവിസ്മരണീയമായ ഈ ദിവനിക്ഷേപം ഞങ്ങളെ നീ കാത്തു സൂക്ഷിച്ചു നിന്റെ രാജ്യത്തിലെ ആനന്ദ അനുഭവത്തിന് ഞങ്ങളെ നീ അർഹരാക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും വിശുദ്ധറുമായും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ അബകുല സുബാലവൽമീ. വീണ്ടും കരുണയുള്ള കർത്താവിന്റെ ഭാഗ്യ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, തലകുനിക്കുന്നു. മഹത്വത്തിന്റെ രാജാവായ മശിഹാ തമ്പുരാനെ, വിശ്വാസികളായ ജനങ്ങൾക്ക് പാപപരിഹാരം നൽകണമേ. നിന്റെ രോഗിയുടെ തെറ്റുകളെ നീ ക്ഷമിക്കണമേ. ധനവാന്മാരെ ദാനശീലരാക്കണമേ. അനാഥരെയും വിധവകളെയും സംരക്ഷിക്കണമേ. ദരിദ്രന്മാരെ സഹായിച്ചു പുലർത്തണമേ. ആവശ്യക്കാരുടെ കുറവുകളെ നീ പരിഹരിക്കണമേ. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധവുമായും സ്തുതി ബഹുമാനവും ആധിപത്യവും ഇപ്പോഴും എപ്പോഴും എന്നേക്ക് യോഗ്യമാവുന്നു. ഓശോ അബകുല സുബാലവൽമീ. ആമീൻ. ബാരേക്കുമോ. വാത്സല്യ സഹോദരങ്ങളെ, കർത്താവിന്റെ പാപപരിഹാരം നൽകുന്ന ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന യാത്രാവർഷത്തോടും അനുഗ്രഹങ്ങളോടും കൂടെ പരിശുദ്ധവും മഹനീയവുമായ തൃത്വത്തിന്റെ കരുണയ്ക്ക് കൃപയ്ക്കുമായി നിങ്ങളെ ഞാൻ പരിമേൽപ്പിക്കുന്ന ഈ സമയത്ത് നിങ്ങൾ സമാധാനത്തോടെ പോകുകയും ദൂരസ്ഥരും സമീപസ്ഥരും ജീവനുള്ളവരും മരിച്ചുപോയവരും കർത്താവിന്റെ ജയപ്രദമായ രക്ഷിക്കപ്പെട്ടവരും പരിശുദ്ധ മാമോദീസ റൂഷ്മേൽ മുദ്രയിടപ്പെട്ടവരുമേ, ഈ തൃത്വം നിങ്ങളുടെ കടങ്ങളെ ക്ഷമിക്കും, നിങ്ങളുടെ പാപങ്ങളെ മോചിക്കും. വിശ്വാസികളാൽ നിങ്ങളുടെ വാങ്ങിപ്പോയവർക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. ഞാൻ ഒരിക്കലും പാപിയുമായ ദാസനാവുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയാൽ സഹായം കൈക്കൊള്ളപ്പെടുമാറാകട്ടെ. നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് തൃപ്തരായി സമാധാനത്തോടെ പോയി എന്നേക്ക് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. അവിടുത്തെ പ്രാർത്ഥന ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. പാർത്തിമോയുഹോവാന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. പശുവായ പുൽപ്പുലാവിനെ കിടത്തുന്നു, സ്വസ്ഥതകളിൽ
വഴികളിലേക്ക് എന്നെ നടത്തുന്നു. എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. തിരുനാമത്തിന്റെ നീതിപാതകൾ നടത്തുന്നു. കൂടുതൽ താഴ്കൂടി നടന്നാൽ ഞാൻ അടുത്തും ഭയപ്പെടുകയില്ല. നീനോട് കൂടി ഇരിക്കുന്നുവല്ലോ. നിന്റെ വടിയും പോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. ശത്രുക്കാർക്ക് എനിക്ക് വേണ്ടി ഒരുക്കുന്നു. എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എന്റെ പാനപാത്രം നിറഞ്ഞുകയുന്നു. നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെ എന്നിവ തുടരും. ഞാൻ യഹോവയുടെ കാലം വസിക്കും. ദൈവമേ സ്തുതിക്കുമാകുന്നു. പാലിക്കുമോ തന്പിരിയാൽപാപികളെ രക്ഷിച്ചൊരു ദൈവസുതാൻ കഷ്ടമായി ചെന്നോ ഒഴിക്കണമേ. ഗൂഗുൽ തായിൽ തന്മാർവു തുറന്നോരുത്തമനെ ദാഹം നീക്കിയിട്ടൊഴുകിയ നീരാൽ ചോര